പൗരുഷത്തിൻ്റെ കരുത്തുറ്റ മുഖമാണ് ജയൻ്റേത്. 1970കളുടെ മധ്യത്തിൽ മലയാള സിനിമയിലെത്തിയ ജയൻ അന്നുവരെ മലയാള സിനിമ ദർശിക്കാത്ത മനോഹരമായ വില്ലൻ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത്. 1976 ജയൻ അവതരിപ്പിച്ച പഞ്ചമിയിലെ ഫോറസ്റ്റ് ഓഫീസർ ജയൻ്റെ ജീവിതത്തിലെ എക്കാലത്തെയും മികച്ച വില്ലൻ കഥാപാത്രമായിരുന്നു. തുടർന്ന് രതിമന്മഥൻ, ജയിക്കാനായി ജനിച്ചവൻ, ഇതാ ഒരു മനുഷ്യൻ, അടവുകൾ 18 എന്നിങ്ങനെ നിറയെ വില്ലൻ ചിത്രങ്ങൾ. 1979 ഹരിഹരൻ്റെ ശരപഞ്ചരം എന്ന ചിത്രത്തിൽ കുതിരക്കാരൻ ചന്ദ്രശേഖരൻ എന്ന വില്ലനും നായകനുമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് ചിത്രമായിരുന്നു ശരപഞ്ചരം. ശരപഞ്ചരത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും ജയൻ്റെ പൗരുഷമാർന്ന ഡയലോഗ്സ് കേട്ട് ജനം കൈയടിച്ചു. ചരിത്രം തിരുത്തിയ വിജയമായിരുന്നു ശരപഞ്ചരത്തിലേത്. ശരപഞ്ചരത്തിലെ ചന്ദ്രശേഖരൻ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥാപാത്രമായി മാറി. ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ ഒരു വില്ലൻ സൂപ്പർ സ്റ്റാറായി മാറുക എന്നത് ശരപഞ്ചരത്തിലൂടെ ജയൻ നേടിയ വിജയമായിരുന്നു. ശരപഞ്ചരത്തിനു ശേഷം നിരവധി ചിത്രങ്ങളിൽ ജയൻ നായകനായി. ജയൻ നായകനായി തിളങ്ങി നിൽക്കുമ്പോഴും വില്ലൻ സ്വഭാവമുള്ള സിനിമ ചെയ്യുവാൻ ജയൻ ഒരു മടിയും കാണിച്ചില്ല. 1980കളിൽ IV ശശിയുടെ സംവിധാനത്തിൽ കാന്തവലയം എന്ന ചിത്രത്തിൽ നായകനായിരിക്കെ തന്നെ കൊടൂരനായ വില്ലനെ അവതരിപ്പിക്കുവാനും ജയൻ തയ്യാറായി. ഒരുപക്ഷെ ലോകചരിത്രത്തിൽ നായകനായി തിളങ്ങിയതിനു ശേഷം ഒരു വില്ലൻ കഥാപാത്രത്തെ തൻ്റെ ഇടത്തൂടെ അവതരിപ്പിക്കുവാൻ തയ്യാറായ ഒരു നടൻ തന്നെയാണ് ജയനെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. കാന്തവലയവും വലിയൊരു വിജയമായിരുന്നു. കാന്തവലയത്തിലെ ഓരോ ഡയലോഗും മലയാളികൾ ഇന്നും രസത്തോടെയാണ് കാണുന്നത്. എന്തായാലും ജയൻ ഇന്നും ഒരു വിസ്മയമാണ്.